ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ഞാനിന്ന് ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. പുലർച്ചക്ക് 6:45 ബസ് വരും. അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ്. ഇടിയപ്പം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇടിയപ്പം അതായത് നൂൽപുട്ട് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 4 മുട്ട എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ 2 ഉള്ളി, പിന്നെ ക്യാപ്സിക്കം ഞാൻ മഞ്ഞയും പച്ചയാണ് എടുത്തിട്ടുള്ളത്. അതും ക്വാണ്ടിറ്റി കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കന് മഞ്ഞളും കുരുമുളകും ഉപ്പെല്ലാം ചേർത്തിട്ട് പൊരിച്ചത് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്, എല്ലൊന്നും ഇല്ലാത്ത. പിന്നെ ഇടിയപ്പാണ്, ഒരു 4-5 ഇടിയപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇടിയപ്പം ഞാൻ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അന്നേരം തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇനി നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പരന്ന ടൈപ്പ് പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് നേരം ഒരു കളർ മാറും വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഓരോന്നും 1/4 കപ്പ് കണക്കാക്കിയാൽ മതി. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുങ്ങനെയാണെങ്കിൽ ചെറുങ്ങനെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇനി ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ 1 മിനിറ്റ് മൂടി വെക്കുന്നുണ്ട്. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് ചിക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 3 മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോളും. പിന്നെ അവർക്ക് ചോറിനേക്കാളും ഇങ്ങനെയെല്ലാം കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും 1/4 ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ചിക്കി എടുക്കുന്നുണ്ട് കേട്ടോ. മുട്ടേൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ കൂട്ടാം, 4 5 എത്ര വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാൻ ചിക്കൻ പൊരിച്ചും കൂടി ഇടുന്നതുകൊണ്ടാണ് 3 മുട്ട എടുത്തിട്ടുള്ളത്. പിന്നെ 3 ആൾക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിച്ചോളും. ഇനി മുട്ടയുടെ വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ മൂടി തുറന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. തീ കുറച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള എല്ലില്ലാത്ത ചിക്കൻ പീസില്ലേ, ചെറിയ ചെറിയ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ മസാലകളെല്ലാം അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. മസാലയിൽ ഉപ്പിൻ്റെ അളവെല്ലാം നോക്കി കറക്റ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഇടിയപ്പം ഇങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് പൊടിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കൈകൊണ്ട്. ഇതൊന്ന് പരീക്ഷിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഒരു ഫ്രൈഡ് റൈസ് കഴിക്കും പോലെയെല്ലാം അവർക്ക് തോന്നുകയും ചെയ്യും. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് മുട്ട ഇട്ട് കൊടുക്കുന്നത്. കാരണം വല്ലാണ്ടങ്ങ് അടിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെയും മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് പുലർച്ചയ്ക്ക് ഒരു 5 മണിക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങക്ക് ഈ ഒരു കളർ കാണുന്നത്. പകലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ലേറ്റ് എല്ലാം ഉണ്ടാവും. ലാസ്റ്റ് ടൈം ഞാൻ മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ബാക്കി വന്ന നൂൽപുട്ടെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഇതിൽ കറക്റ്റാണ് എരിവും എല്ലാം ചേർന്നിട്ടുണ്ട്. മക്കൾ കഴിക്കുന്നതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് കുരുമുളകും മുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, കണക്കായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ടിഫിൻ ബോക്സിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം തന്നെ മോൻ്റെ ടിഫിൻ ബോക്സിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓനിക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ സ്നാക്കായിട്ട് ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ബനാന 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കറിയെല്ലാം ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ സ്നാക്ക് ഇതിലേക്ക് ഇടലില്ല. പിന്നെ ഇത് ഡ്രൈ ആയതുകൊണ്ടാണ് ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. എന്തായാലും മിക്സായി പോകുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി എല്ലാം വേണ്ടെന്നുള്ളപോലെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ആണോ അല്ലെങ്കിൽ ഷോർട്സ് ആണോ ഇഷ്ടമുള്ളതെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ കൂടുതലായിട്ട് ഷോർട്സ് ആണ് ചെയ്യൽ. വീഡിയോ ആണ് വേണ്ടതെങ്കിൽ ഞാൻ കൂടുതലായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.